വലമ്മ ജാ അസ്രു ദാലിക്കൻ നഹാരി, ആ ദിവസം വൈകുന്നേരമായപ്പോൾ, തലബദൽ ഫലാഉ, അന്തരീക്ഷം നിറഞ്ഞു, ബി ഒയൂമിൻ സൗദായിൻ, കറുത്ത മേഘങ്ങളെക്കൊണ്ട് നിറഞ്ഞു, മുബത്തിനത്തൻ ബിൽ ഒയ്സാരി, മഴകളെക്കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മേഘങ്ങൾ, അതാ ശക്തമായ മഴയോടുകൂടിയുള്ള കറുത്ത മേഘങ്ങളെ കൊണ്ട് അന്തരീക്ഷം നിറഞ്ഞു. സുമ്മ ഹാജത്ത് സവാക്കിനുൽ വജൂദ്, ഉടനെ അവിടെ ഉണ്ടായിരുന്ന സകല വസ്തുക്കളും പ്രക്ഷുബ്ധമായി. ഫബറക്കത്ത്, അങ്ങനെ മിന്നലടിച്ചു. വറാദത്ത്, ഇടിമുഴങ്ങി. വഅഖദത്ത് തുഹാരിബു തിൽക്കൽ ഹദായിഖ അൽ അൻസാബ, ആ ഒരു തോട്ടത്തെ ആ തോട്ടം വിപത്തുകളോട് പോരാടാൻ തുടങ്ങി. അഥവാ ശക്തമായ ഒരു പ്രകൃതിക്ഷോഭത്തെ ആ തോട്ടം നേരിടേണ്ടി വന്നു എന്നർത്ഥം. വഖ്തലാത്തുൽ അസ്ഹാറു അൽ മുത്തശാമിഖ, അവിടെ ഉയർന്നു നിൽക്കുന്ന പുഷ്പങ്ങളൊക്കെ വേരോടെ പീതറിയപ്പെട്ടു. വലം തുബക്കി, അതിൽ നിന്നും അവിടെ അവശേഷിച്ചില്ല. ഇല്ലാല റിയാഹീന സൈറ, ചെറിയ ചെടികളല്ലാതെ വേറൊന്നും അവിടെ അവശേഷിച്ചിട്ടില്ല. അല്ലത്തി, അങ്ങനത്തെ ചെറിയ ചെടികളാണ്. തൽത്തസിക്കു ബില്ലർല, ഭൂമിയോട് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന. അവല്ലെങ്കിൽ തഖ്തബിയു ബൈന സുഹൂരി, പാറകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന അങ്ങനത്തെ ചെറിയ ചെറിയ ചെടികൾ മാത്രം അവിടെ ബാക്കിയായി. ബാക്കി മുഴുവൻ ഇല്ലാതെയായി എന്നർത്ഥം. അമ്മാ തിൽക്കുൽ ഹദീഖത്തുൽ മുൻഫരിദ, ആ ഒരു ഒറ്റപ്പെട്ട തോട്ടം, ഫഖദ് ഖാസത്ത്, അത് നേരിടേണ്ടി വന്നു. മിൻ ഹിയാജിൽ അനാസിരി, ഈ ഒരു പ്രകൃതിക്ഷോഭത്തിനാൽ. മാലം തുക്കാസി ഹദീഖത്തുൻ നുഹ്റ, മറ്റൊരു തോട്ടവും നേരിടാത്ത ഒരു ഭയങ്കര ഒരു സംഭവം നേരിടേണ്ടി വന്നു. ഫലം തമുറൽ ആസിഫ, ആ കൊടുങ്കാറ്റ് കടന്നു പോയില്ല. തങ്കശ്യൊയും, ആ മേഘം മാഞ്ഞു പോയില്ല. ഹത്ത, അഥവാ അത് ആ കൊടുങ്കാറ്റും മേഘവും ഇങ്ങനെ ആയിപ്പോയേക്കും. ഹത്ത അസ്ബഹത്ത സുഹാറുഹ, ആ കൊടുങ്കാറ്റടിച്ച് വീശിയപ്പോൾ അസ്ബഹത്ത സുഹാറു, അതിലെ പുഷ്പങ്ങളൊക്കെ ആയിത്തീർന്നു. ഹബാ അൻ മൻസൂറ, ചിതറിയ പൊടിപടലങ്ങളായിത്തീർന്നു. അഥവാ അടുത്ത പുഷ്പങ്ങളൊക്കെ ഇല്ലാതായി എന്നർത്ഥം. വലം യസ്ലം മിൻഹ, അതിൽ നിന്നും രക്ഷപ്പെട്ടില്ല. ബാദ തിൽക്കൽ മോമാത്തിൽ ഹൗജ, ഈ ഒരു പ്രകൃതിക്ഷോഭത്തിന് ശേഷം, ഈ ഒരു ഘോരമായ മോമാത്ത് എന്നൊക്കെ പറഞ്ഞാൽ ശബ്ദം എന്നൊക്കെ പറയും, ഘോരമായ ശബ്ദം, ഈ ഒരു കോലാഹലങ്ങൾക്ക് ശേഷം അവിടെ രക്ഷപ്പെട്ടില്ല. സിവാ ത്വയിഫത്തുൽ ബംഫസജത്തി, ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ബംഫസജത്തിൻ്റെ ഒരു കൂട്ടം, ആ ബംഫസജത്ത് ചെടികളല്ലാതെ വേറൊന്നും അവിടെ ബാക്കിയായില്ല. അൽ മുഖ്തബിഅത്ത്, അത് ഒളിഞ്ഞിരിക്കുന്നു. ബിജുദ്റാനിൽ ഹദീഖത്തി, ആ ഗാർഡൻ്റെ മതിലുകൾക്കിടയിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഈ ബംഫസജത്ത് ചെടികൾ മാത്രം അവിടെ ബാക്കിയായി. വറഫാത്ത് ഇഹ്ദാ സബായൽ ബംഫസജതി റഅസഹ, ആ ബംഫസജത്ത് ചെടികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറിയ ചെടി അതിൻ്റെ തലയെ ഉയർത്തിയപ്പോൾ, ഫറഅത്ത്, അത് കണ്ടു. മഹല്ല ബി അസ്ഹാരിൽ ഹദീഖത്തി വസ്ജറിഹ, ആ തോട്ടത്തിലെ മരങ്ങൾക്കും പുഷ്പങ്ങൾക്കും സംഭവിച്ച ഈ ഒരു പ്രതിഭാസത്തെ കണ്ടു. ഫബത്തസമത്ത് ഫരിയൻ, അത് സന്തോഷത്തോട് പുഞ്ചിരിച്ചു. സുമ്മനാദത്ത് റഫീഖാത്തിഹ ഖായിലത്തൻ, പിന്നെ അത് അതിൻ്റെ കൂട്ടുകാരികളെ വിളിച്ചു പറഞ്ഞു. അല, അറിയുക, ഫന്നുർന, നിങ്ങളൊക്കെ നോക്കുവീൻ, മാ ഫാലത്തുഹുൽ ആസിഫത്തു, ഈ ഒരു കൊടുങ്കാറ്റ് വരുത്തി വെച്ചതിന്, ബിറയ്യാഹീൻ അൽ മുത്തശാമിഹ, ഉയർന്നു നിൽക്കുന്ന നമ്മുടെ ഗാർഡനിലെ ചെടികൾക്കൊക്കെ വരുത്തിയ ഈ ഒരു സംഭവത്തെ നിങ്ങളൊക്കെ കാണുവീൻ. ആ മുത്തശാമിഹായ ചെടികൾ എന്ന് പറഞ്ഞാൽ അത് തീഹൻ, എങ്ങനെ ഉയർന്നു നിൽക്കുന്നു, തീഹൻ, പ്രൗഢി കൊണ്ടും വൈജാബിൻ, അത്ഭുതം കൊണ്ടും ഉയർന്നു നിൽക്കുന്ന, അഥവാ നല്ല അത്ഭുതപ്പെടുത്തുന്ന ചെടികളൊക്കെ ഈ കൊടുങ്കാറ്റ് വരുത്തിയ വിനയെ നിങ്ങൾ കാണുവീൻ. വക്കാലത്ത്, ആ സമയത്ത് ബംഫസജത്ത് നുഹ്റ, മറ്റൊരു ബംഫസജത്ത് പറയണം. നഹിനു നൽതസിഖു ബിത്തുറാബി, നമ്മൾ മണ്ണിനോട് ചേർന്ന് നിന്നു. വലാക്കിന്നന, പക്ഷേ നമ്മൾ നസ്ലമു, രക്ഷപ്പെട്ടു. ചേർന്നത് കൊണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. മിനോലബിൽ അവാസിഫി വൽ അൻവായി, ഈ ഒരു പ്രകൃതിയുടെ കൊടുങ്കാറ്റിൽ നിന്നും, ഈ ഒരു വിപത്തിൽ നിന്നും, വിപത്തിൻ്റെ പ്രകൃതിയുടെയും കൊടുങ്കാറ്റിൻ്റെയും ദേഷ്യത്തിൽ നിന്നും,
പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. വക്കാലത്ത് ബംഫസജിത്ത് സാലിസ, മൂന്നാമത്തെ മറ്റൊരു ബംഫസജിത്ത് ചെടി പറഞ്ഞു, നെഹ്നു ഹക്കീറാത്തുൽ അജ്സാമി, നമ്മൾ ശരീരം കൊണ്ട് വളരെ നിസ്സാരമായ ചെടികളാണ് നമ്മൾ. വയറെങ്കിലും അന്നസവാബ്യ ലാ തസ്തത്യോ അത്തഅല്ലുബ അലൈന, എങ്കിലും ആ കാറ്റിൻ്റെ ചലനങ്ങൾക്ക്, സവാബിയറിന ഹർക്കത്തുറ്റിയ, കാറ്റിൻ്റെ ചലനങ്ങൾക്ക് നമ്മെ തകർക്കാൻ സാധിച്ചില്ല. വനളറത്ത് ഇദാക്ക മലിക്കത്തു തോയിഫത്തിൽ ബംഫസജ്, ആ സമയത്ത് ബംഫസജത്ത് ചെടികളുടെ രാജ്ഞി നോക്കി, അതിലെ കൂട്ടത്തിലൊരു ചെടി നോക്കി. ഫറഅത്ത്, അത് കണ്ടു, അലാ മക്റബത്തി മിൻഹ, അതിൻ്റെ അടുത്ത് കണ്ടു. രാജ്ഞി നോക്കിയ സമയത്ത് അവരുടെ അടുത്ത് കണ്ടു അൽ വർദ്ധത്വം, ഒരു റോസാപ്പൂ ചെടി. അല്ലത്തി കാനത്ത് ബില്ലംസി, ഇന്നലെ അത് ബംഫസജത്ത്, അതൊന്ന് ബംഫസജത്തായിരുന്നു, ഇന്നലെ ബംഫസജത്തായിരുന്ന വർദ്ധത്തിലേക്ക് മാറിയ നമ്മുടെ ഈ ചെടിയെ കണ്ടു. വഖദ് ഇഖ്തലഅത്ഹ അൽ ആസിഫത്തു, അതിനെയും കൊടുങ്കാറ്റ് പീതറിഞ്ഞിട്ടുണ്ട്. വബഅസറത്ത് ഔറാഖഹ റിയാഹു, കാറ്റ് അതിൻ്റെ ഇലകളെ ഇലകളൊക്കെ പറിച്ചിട്ടുണ്ട്. വഅൽഖത്ഹ അലൽ ഔശാബിൽ മുബല്ലല, നനഞ്ഞ കൊമ്പുകൾക്ക് മുകളിൽ അതിനിടപ്പെട്ടിട്ടുണ്ട്. ഫബാനത്ത് കത്തീലിൻ അർദാഹുൽ അദൂബി സഹ്മിൻ, ഒരു ശത്രുവിൻ്റെ അമ്പേറ്റ് കൊല്ലപ്പെട്ടതുപോലെ അതിനെ കാണപ്പെട്ടു. ഫറഫാത്ത് മലൈക്കത്തുൽ ബംഫസജത്ത് കാമത്തഹ, അങ്ങനെ ആ ബംഫസജത്ത് രാജ്ഞി അതിൻ്റെ തല ഉയർത്തി. വമദ്ദത്ത് ഔറാഖഹ, അതിൻ്റെ ഇലകളൊക്കെ നീട്ടി. വനാദത്ത് റഫീഖാത്തിഹ ഖായിലത്തൻ, എന്നിട്ട് അതിൻ്റെ കൂട്ടുകാരികളെ വിളിച്ചു പറഞ്ഞു, തഅമ്മൽന, നിങ്ങൾ ചിന്തിക്കുവീൻ, ഉൻളുർന, നിങ്ങൾ നോക്കുവീൻ, യാ ബനാത്തി, മക്കളെ, ഉൻളുർന ഇലൽ ബംഫസജത്തി, നിങ്ങൾ ഈ ഒരു ബംഫസജത്തിലേക്ക് നിങ്ങൾ നോക്കുവീൻ. അല്ലത്തി ഒറത്തുഹൽ മത്താമിയോ, ആഗ്രഹങ്ങളാണ് അതിനെ വശീകരിച്ചത്. അങ്ങനെ ഫതഹവലത്തിലെ വർദ്ധത്തി, അതൊരു റോസാപ്പൂവായിട്ട് മാറി. അങ്ങനത്തെ ഈ ബംഫസജത്തിലേക്ക് നോക്കുവീൻ. തശാമഹ സാഅത്തൻ, ഒരു മണിക്കൂർ അതിന് ഉയർന്നു നിൽക്കാൻ പറ്റി. സുമ്മ ഹബത്തത്തിലൽ ഹലീലി, അത് പിന്നെ ഹലീലർ അസ്ഫലുല്ലർ, ഭൂമിയുടെ താഴ് ഭാഗത്തേക്ക് അതിൽ ലാൻഡ് ചെയ്യേണ്ടി വന്നു. ലിയക്കുന്ന ഹാദൽ മഷീദ്, ഈ ഒരു കാഴ്ച ആവട്ടെ, ഉംസൂലത്തല്ലക്കുന്ന, നിങ്ങൾക്കുള്ള ഒരു മാതൃകയാവട്ടെ.